നമസ്കാരം പറഞ്ഞതിൻ്റെ ആവശ്യകത നിങ്ങൾ ഇവിടെ വേദിക്ക് പാദരക്ഷകൾ ഇട്ടുകൊണ്ട് പോകാതെ കഴിവതും ഒഴിവാക്കി വേണം. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആരാധ്യരായ ബന്ധുജനങ്ങളെ, ബന്ധുമിത്രാദികളെ, എത്തിയിട്ടുള്ള നല്ലവരായ സജ്ജനങ്ങളെ, കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ വെള്ളാട്ടം നമ്മുടെ ദേശത്ത് ആദ്യമായി നടത്തപ്പെടുകയാണ്. ഇന്ന് 4:30 ലോകാധിനാഥനും ദേവാദിദേവനുമായ ശ്രീ മഹാദേവനെ ഈ മണ്ണിൽ സാന്നിധ്യപ്പെടുത്തിക്കൊണ്ട് സാക്ഷാൽ പറശ്ശിനി മുത്തപ്പനെ ഈ മണപ്പുരയിലേക്ക്, ഈ ശ്രീലകത്തേക്ക് സാന്നിധ്യപ്പെടുത്തിക്കൊണ്ട് മുത്തപ്പൻ മലയിറക്ക് എന്ന കണ്ണൂർ പ്രാദേശിക നാമത്തിൽ നാം അറിയപ്പെടുന്ന ആ മഹാദേവ സാന്നിധ്യപ്പെടുത്തൽ ചടങ്ങ് പൂർത്തിയായി. തുടർന്ന് പുറപ്പാട് എന്ന മനോഹരമായ ആ ഭഗവാന്റെ കഥകൾ നമുക്ക് വേണ്ടി ഇവിടെ വർണ്ണിക്കപ്പെടുകയാണ്. ഭക്തജനങ്ങളെ, കണ്ണൂർ ക്ഷേത്രത്തിൽ നിത്യവും പ്രഭാതത്തിൽ 5:45 മുതൽ 8 മണി വരെ മുത്തപ്പൻ വെള്ളാട്ടവും അതുപോലെ തന്നെ അവിടെ നടന്നു വരികയാണ്. വെള്ളാട്ടം മഹാദേവനും തിരുവപ്പന മഹാവിഷ്ണുവിനുമായി നടത്തപ്പെടുകയാണ്. ക്ഷേത്രത്തിൽ നമുക്ക് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വഴിപാട് നടത്താവുന്നതും എന്നാൽ പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കപ്പെടുന്ന ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ഊരാളന്മാർ അതാത് സ്ഥലങ്ങളിൽ എത്തി, ഭക്തരുടെ ഭവനങ്ങളിലെത്തി ഈ വഴിപാട് നടത്തപ്പെടുകയാണ്. ഈ ദേശത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ബന്ധുമിത്രാദികൾക്കും അതുപോലെ മുത്തപ്പന്റെ അനുഗ്രഹം ലഭിച്ചു എന്ന ഉറച്ച വിശ്വാസത്തിലും പരദേവതമാരോടൊപ്പവും ദേശദേവന്മാരുടെ ഒപ്പവും ഗുരുക്കന്മാരുടെയും പിതൃക്കളുടെയും എല്ലാവരുടെയും അനുഗ്രഹത്തോടൊപ്പം മുത്തപ്പ അനുഗ്രഹവും ലഭിച്ചു എന്ന ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങളും ഈ ഭവനത്തിൽ വെള്ളാട്ടം ഇന്ന് നടത്തപ്പെടുകയാണ്. ലോകാധിനാഥനായ മഹാദേവനെ ഇതിലേക്കായി നിയോഗിച്ചിട്ടുള്ള പെരുവണ്ണ ക്ഷേത്ര മണപ്പുരയിലെ, അതായത് പറശ്ശിനിക്കടവിലെ പൂജാവിധാനങ്ങൾ പോലെ ഈ ശ്രീലകത്ത് പൂജകൾ നടത്തി വാദ്യമേളങ്ങളുടെ താളപ്പകട്ടോടുകൂടി, നടന നൃത്യങ്ങളുടെ ലാസ്യതാളങ്ങളോടുകൂടി ഭഗവാൻ പെരുവണ്ണാന്റെ ദേഹത്ത് സന്നിവേശം ചെയ്യുകയാണ്. അതായത് കിരീടധാരണത്തിലൂടെ മാനുഷിക സങ്കല്പത്തിൽ നിന്നും ഭഗവാനായി, സാക്ഷാൽ മഹാദേവനായി, ഈശ്വരനായി, മുത്തപ്പനായി മാറുകയാണ്. തുടർന്ന് ആ അനുഗ്രഹത്താൽ ഈശ്വരൻ സജ്ജനങ്ങൾക്ക് മുന്നിൽ, എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾക്ക് മുന്നിൽ, വിശിഷ്ടാതിഥികൾക്ക് മുന്നിൽ, ബന്ധുമിത്രാദികൾക്ക് മുന്നിൽ, കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ ഭഗവാന്റെ പറശ്ശിനിയിലെ അവതാര മഹാത്മ്യങ്ങൾ കോലസ്വരൂപത്തിലൂടെ അവതരിപ്പിക്കപ്പെടുകയാണ്. ഈ അനുഗ്രഹങ്ങളിലൂടെ ഭഗവാൻ എത്തിയിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും ഈ പുറപ്പാടിന്റെ പൂർത്തീകരണ സമയം ഏതാണ്ട് 1.5 മണിക്കൂറോളം എടുത്ത് ഭഗവാന്റെ അവതാര കഥകൾ അറിയിക്കുമ്പോൾ ആ സന്നിവേശത്തിൽ, ആ അനുഗ്രഹത്തിൽ അദ്ദേഹം ആ അനുഗ്രഹം ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. എവിടെയാണോ വെള്ളാട്ടം നടത്തപ്പെടുന്നത് ആ സ്ഥലത്ത് ഭഗവാൻ നേരിട്ടെത്തുന്നു. അത് ഏത് രൂപേണയും ആകാം. ആയതിനാൽ എത്തിയിട്ടുള്ള ഭക്തജനങ്ങളിലൂടെയാകാം, ബന്ധുമിത്രാദികളിലൂടെയാകാം, വൃക്ഷലതാദികളിലൂടെയാകാം, എങ്ങനെയും ഭഗവത് സാന്നിധ്യം ഈ മണ്ണിൽ അവതരിക്കുന്നു എന്ന വിശ്വാസം. ആയതിനാൽ ഒരു ക്ഷേത്രത്തിൽ നാം പാലിക്കേണ്ട എല്ലാ ചടങ്ങുകളും, നമ്മുടെ ഹിന്ദു സംസ്കാര ചടങ്ങുകളും അതിന്റെ പരമപ്രാധാന്യത്തോടു കൂടി കണ്ടുകൊണ്ട് എത്തിയിട്ടുള്ള എല്ലാവരും അതിൽ
മന അർപ്പണത്തോടുകൂടി പങ്കാളികളാകേണ്ടതാണ്. അതുപോലെ ഈ വെള്ളാട്ടത്തിന്റെ പൂർത്തീകരണ വേളയിൽ ധാരാളം സജ്ജനങ്ങൾ ഈ മണ്ണിലേക്ക് എത്താനുണ്ട്. എല്ലാവർക്കുമായി നടത്തപ്പെടുന്ന, അതായത് ഹിന്ദു സംസ്കാരത്തിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി, അതായത് ലോകത്തിലെ സമസ്ത ജനാചരങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയുമായി നാം നടത്തപ്പെടുന്ന സൽക്കർമ്മങ്ങളിൽ അതിന്റെ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അതിന്റെ പൂർണ്ണതയിൽ എത്തണമെന്നും പൂർണ്ണതയിൽ പങ്കുകൊള്ളണമെന്നും പൂർത്തീകരണ സമയം മുത്തപ്പന്റെ അനുഗ്രഹം ക്ഷേത്രത്തിലെത്തിയ ഒരു ഭക്തൻ എങ്ങനെയാണോ ദേവീദേവന്മാരെ കാണിക്കയർപ്പിച്ച് തൊഴുന്നത്, അല്ലെങ്കിൽ മേശാന്തിക്ക് ദക്ഷിണ നൽകി പ്രസാദം സ്വീകരിക്കുന്നത്, ആ മഹാത്മ്യത്തോടു കൂടി തന്നെ ഭഗവാനെ അവരവരുടെ നിശ്ചയത്തിലുള്ള ധനദ്രവ്യ സമർപ്പണത്തോടുകൂടി ദക്ഷിണ നൽകിക്കൊണ്ട് അനുഗ്രഹം വാങ്ങുകയും തുടർന്ന് ഇതിനോടനുബന്ധിച്ചുള്ള അന്നദാനത്തിൽ പങ്കെടുക്കേണ്ടതുമാണ്. ദർശനവും അന്നദാനവുമാണ് ഒരു വെള്ളാട്ടത്തിന്റെ പൂർണ്ണത. എല്ലാവരും സഹകരിച്ച് നമുക്ക് ഈ ചടങ്ങ് ഈ ദേശത്തിന്റെ അനുഗ്രഹമായി, നാടിന്റെ അനുഗ്രഹമായി മാറ്റേണ്ടതുണ്ട്. എല്ലാവരുടെയും മനസ്സ് ഇതിനുണ്ടാകണം. അതോടൊപ്പം ഒരു ചെറിയ ക്രമീകരണം കൂടി ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഈ മടപ്പുരയുടെ മുന്നിൽ ക്രമീകരിച്ചിരിക്കുന്ന വലത് സൈഡിലുള്ള ഭക്തജനങ്ങൾ ആദ്യം അനുഗ്രഹം വാങ്ങുകയും ഈ പന്തലിന്റെ കിഴക്കുവശത്തോടു കൂടി കടന്ന് അന്നദാന പന്തലിൽ എത്തേണ്ടതും അന്നദാനം സ്വീകരിച്ച് ഭവനങ്ങളിലേക്ക് ആ അനുഗ്രഹവുമായി എത്തിച്ചേരാവുന്നതുമാണ്. അതുപോലെ ആ സൈഡിൽ ക്യൂ സംവിധാനത്തിലായിരിക്കും ദർശനം നൽകുന്നത്. എന്തായാലും പറശ്ശിനി മുത്തപ്പന്റെ അനുഗ്രഹാർത്ഥം നമുക്ക് ലഭിച്ചിരിക്കുന്ന അപൂർവാവസരം, അതിന്റെ പ്രാധാന്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഏവരും ഈ വെള്ളാട്ടത്തിൽ ഭഗവാനെ ധ്യാനിച്ചിരിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഏവർക്കും ദേശദേവന്മാരുടെയും പരദേവതമാരുടെയും അതിലുപരി സാക്ഷാൽ ദേവാദിദേവനായ മഹാദേവനായ ശ്രീ മുത്തപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വെള്ളാട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം നമഃ ശിവായ.
Thank you.
കാലകാലപ്പുള്ളതായിരിക്കുന്ന ഒരു കൈലാസവാസി ജടാധാരി അല്ലേ, ദേവന്മാരുള്ളതായിരിക്കുന്ന ഒരു ദേവനായിരിക്കുന്ന ഈ ശനീശ്വരൻ ഇന്ന് അടിക്കുന്ന പഠിത്തമായി സങ്കല്പിച്ചിരിക്കുന്ന ഒരു കർമ്മഭൂമി ആധാരമായിട്ടും അല്ലേ കല്ലാടി എന്റെ കനീരാശിയുടെ വടപ്രസാദാധാരമായിട്ട് ചെയ്തിരിക്കുന്ന കർമ്മബന്ധങ്ങൾ പോലെ ദേശമാധാരമായിട്ട് പുണ്യഭൂമി അല്ലേ, അതിലും വിശേഷിച്ച് എന്റെ നാനാരത്തിരിക്കുന്ന ഒരു വൈകുണ്ഠവാസി അല്ലെ, ഈ 7-14 ലോകത്തിനും അധിപനായിരിക്കുന്ന ഒരു എന്റെ നാനായ വൈകുണ്ഠവാസികളായിരിക്കുന്ന ഒരു നല്ലൊരു മണ്ണിനകത്ത് അല്ലേ എന്റെ ഭക്തന്മാരുടേതായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കാലം വൈകി കണ്ടിരിക്കുന്ന ഒരു കൊടുമുടിയാണ് തമ്പുരാന്. കാലം വൈകു പോയാലും കൂടുപുറക്കാരിയുടെ തക്കവണ്ണം ഫലം ഭാഗ്യാനുചാരികയെന്നാ പറയുക അല്ലേ. ഫലം കിട്ടലെങ്ങനെയാണ്? ഭാഗ്യം പോലെയാണ്. അത് ഉപകാരത്തിൽ നീർക്കോലിക്കണ്ണും നീന്തോലക്കുറിയും അവിടമുഖം കവർന്നിരിക്കുന്ന ജടയും വിനാകമെന്നിരിക്കുന്ന തൃശൂലവും അശവും എല്ലാം കുടിച്ച് കാട്ടിൽ കണ്ടാള വേഷധാരിയായി നടക്കുന്ന ഈ ശനീശ്വരൻ കൈലാസനാഥൻ ഇന്ന് എന്റെ മന്ത്രികളായിരിക്കുന്ന ഒരു മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന ഫലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് അല്ലേ. ലാടി കുളിച്ചു ഉറിയൂട്ടി അല്ലേ. ഇന്ന് സന്ധ്യാസമയത്ത് കത്തിച്ചു വച്ചിരിക്കുന്ന ഒരു ദീപമായിട്ടാണ് കണ്ടത് അല്ലേ. എങ്കിലും കാർമേഘപടലത്തിലേക്ക് സൂര്യൻ അല്പനേരം മറഞ്ഞു നിൽക്കും അല്ലേ. അപകാരത്തിൽ എന്റെ മന്ത്രികളായിരിക്കുന്ന അനുഭവത്തിലേക്ക് വിളിച്ച വിളികളൊക്കെ ഒന്ന് വിളിക്കുന്ന കാലങ്ങളിൽ 9 പൂർവിയായിട്ട് നൂറ്റുകാട്ടാൻ ശുക്രമഹർഷിയുടെ ജലരപ്പിക്കൽ നിന്നും ബൃഹസ്പതിയുക്തനായിരിക്കുന്ന കജൻ വിളി കേട്ടത് 3 പ്രകാരത്തിങ്കല് വിളി കേട്ടിട്ട് അല്ലേ സ്നാനം ചെയ്തു ശരീരശുദ്ധി വരുത്തി മനസ്സ് പ്രാർത്ഥന കൊണ്ട് ശുദ്ധിയാക്കേണ്ട തമ്പുരാന് വേണ്ടി ക്ഷണിച്ചു വെച്ച് വടതകയ്യാൽ നിലനിൽക്കുന്ന പ്രകാരത്തിങ്കൽ കോട്ടയേരി കുഞ്ഞേരി വെള്ളൂർ പുതുകുറ്റി 4 വടപ്രസ്ഥാനാധാരമായിട്ട് കണ്ടിരിക്കുന്ന ബന്ധം പോലെ കാണാൻ യോഗം കൽപ്പിക്കപ്പെട്ടതിലേക്ക് കർമ്മം ചെയ്ത കർമ്മത്തിലേക്ക് കർമ്മം ചെയ്തിരിക്കുന്ന ഒരു മനസ്സിലേക്ക് ഫലം തന്നിട്ടുണ്ട്. ഈ എന്നെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു അവസരങ്ങളില്ല ഇവിടെ. കലാടിമാരെ ആര് വിളിച്ച വിളിയാണ് തിരുവണ്ണാൻ? ആരുടെ കണക്കിലാണെന്ന് പ്രാർത്ഥന. എന്റെ മക്കളെ സന്താനങ്ങളില്ലാത്ത ജീവിതം അന്ധകാരമില്ലെന്നാ പറയുക അല്ലേ. കുഞ്ഞുങ്ങളില്ലാത്ത ജീവിതം എന്തിനാണ് കുഞ്ഞുങ്ങളെ ദൈവം തരുന്നത്? ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തൊരു അന്ധകാരങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലും ഇരുട്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഇരുട്ട് നീക്കി നാളേക്ക് ഞങ്ങളിലേക്ക് ഒരു പ്രഭ ചുരിഞ്ഞു തരാൻ ദൈവം തന്നിരിക്കുന്ന ഭാഗ്യമാവണം എന്റെ കുഞ്ഞുമക്കള് അല്ലേ. മക്കൾക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന വിളി ഒരു പ്രാർത്ഥനയുടെ ആയുസ് എത്ര കാലം എന്നറിയുക? പ്രാർത്ഥനക്ക് എത്രയാണ് ആയുസിൻ്റെത്? മുതുനലയല്ലേ, പിതാവല്ലേ, അരികിലേക്ക് വിളിച്ചൂടെ? തന്ത്രി ഇന്ന് ഞങ്ങളുടെ പക്ഷത്തേക്ക് അല്ലേ ഒന്ന് കരം കൂടണ എന്നെ പോലെയായി അല്ലേ. മുത്തപ്പനെ പോലെ പ്രായം വന്നു അല്ലേ. താടിയും തലയൊക്കെ വെളുത്തു. എന്ത് വേണ്ട തമ്പുരാനെ ശ്രീനാരായണ സ്വാമിയുടെ പാതാര ബിന്ദത്തിലേക്ക് അടുത്ത് വന്നിട്ടുണ്ട് തമ്പുരാനെ. എന്റെ തന്ത്രി എന്നിരിക്കുന്ന ഒരു ഫലത്തിങ്കിലേക്ക് കരം പിടിച്ചിരിക്കുന്ന ബന്ധം മുത്തപ്പനെന്ത് അല്ലെ. എങ്ങനെയാണ്? ബ്രാഹ്മണനായിരുന്നു അല്ലേ. എന്റെ നല്ലമ്മ പാടിക്കുറ്റിയമ്മക്ക് മക്കളില്ലാതെ കേണപേക്ഷിക്കുന്ന കാലങ്ങളിൽ തിരുവൻകടവിൽ ഒഴുകുമ്പോൾ തിരുനെറ്റിക്കല്ലിന്റെ താഴ്വരയിൽ നിന്ന് വീണിട്ട് കിട്ടിയിരിക്കുന്ന പൊന്മകനാണ്. അയ്യങ്കര ഇല്ല തന്നെ കൊണ്ടെത്തിച്ചു അല്ലേ. ഞാൻ എന്റെ പൂണൂല് പറിച്ചു കളഞ്ഞത് എന്തിനു വേണ്ടിയാണ്? മധുവിനും മാംസത്തിനും കുതിച്ചിട്ടാണ് അല്ലേ. അല്ലെങ്കിലോ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുക? അന്ന് എന്റെ അയ്യങ്കര ദേവന്റേതായിരിക്കുന്ന മനസ്സ് മുഷിഞ്ഞു അല്ലേ. എന്റെ പാടിക്കുട്ടിയമ്മ എന്നിരിക്കുന്ന ഒരു അന്തർജനം മകന് വേണ്ടി പ്രാർത്ഥന ചെയ്തു. പൊയ്ക്കണ്ണണിഞ്ഞ് കാണണമെന്നിരിക്കുന്ന പ്രാർത്ഥന കൊണ്ട് അല്ലേ. തന്ത്രി ഇന്ന് ആർക്ക് വേണ്ടി വിളിച്ചതാണ്? എന്നെ എന്റെ മകൾക്ക് വേണ്ടി അല്ലേ. കൂടുമ്പോഴ് ഇമ്പമുള്ളതാണ് കുടുംബം എന്നാ പറയുക അല്ലേ. അതുപോലെ എല്ലാവരും ചേർന്ന് വന്നിട്ടുണ്ട് അല്ലേ. ഒരു ആലയിലെ ഗോക്കളാണ്, ഒരു ആലക്കകത്ത് കൂടേണ്ട ഗോക്കളാണ് എല്ലാവരും അല്ലേ. തന്ത്രി
കൊമ്പും കുളമ്പും ഒക്കെ കൊള്ളും എങ്കിലും കുണിച്ചു കുത്താൻ ഇടവരുത്തി കളയാതെ തക്കവണ്ണം എല്ലാവരെയും ഇന്ന് ചേർത്ത് കണ്ടിട്ടുണ്ട് ഞാൻ. അല്ലേ നിങ്ങളെ മന്ത്രി കൊടുത്തു മക്കളെ കൊടുത്തു ഒന്ന് കഴിഞ്ഞിട്ടല്ലേ രണ്ടെണ്ണുണ്ട് അല്ലേ അവിടെ അല്ലേ മുത്തപ്പൻ എങ്ങനെയാണ് രണ്ടും ഒരുപോലെ തന്നെയാണ്. ഒരു കണ്ണില് മഷിയെന്നും മറ്റേ കണ്ണിൽ അഞ്ഞനവും മുത്തപ്പനുണ്ട് ഇല്ല. എന്റെ കണ്ണിൽ രണ്ടും അഞ്ഞനം തന്നെയാണ് അല്ലേ. എങ്കിലും സന്താന സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി എന്റെ തന്ത്രിയുടേതായിരിക്കുന്ന ഒരു മനസ്സുകൊണ്ട് കൊതിച്ചു വിളിച്ച് കാലമേറെ ആയെങ്കിലും പറഞ്ഞു വെച്ച കാര്യമാണ്. ഒരു പ്രാർത്ഥനയുടേതായ ഇരിക്കുന്ന ഒരു ആയുസ് ഒരു വ്യാഴപ്പെട്ട കാലം ഉണ്ടെന്നാ പറയാ. ഇതൊന്നും ആയിട്ടാ വിളിച്ചിട്ട് കരയല്ലേ. കരഞ്ഞു കാണാനല്ല ഇന്ന് കൊതിച്ചത്. ആണോ പേരങ്ങളെ? ആണോ തന്ത്രി? കരഞ്ഞു കാണേണ്ടതായിരിക്കുന്ന മുഹൂർത്തമല്ല ഇത്. ഇത് സന്തോഷത്തിൻ്റെതായിരിക്കുന്ന കണ്ണീർ ഇരുന്നേ മുത്തപ്പ കരുതുന്നില്ല. അതിന്റെ ഫലം എത്തിച്ചു തരണം ഇവിടെ ഞാറ്റകത്തേക്ക് അല്ലേ. മനസ്സുകൊണ്ട് കൊതിച്ചിരിക്കുന്ന ഒരു വഴികളിലേക്ക് ജന്മദുഃഖം, ചരാദുഃഖം, സംസാര സാഗരം ദുഃഖം, സംസാര സാഗരമാകുന്ന ദുഃഖത്തിങ്കിലേക്ക് ജീവിതം അകപ്പെടുത്തി കളയാതെ തക്കവണ്ണം നാം ജന്മം കൊടുത്തത് ദുഃഖം എന്നിരിക്കുന്ന ഒരു പടുകുഴിയിലേക്ക് ആയിപ്പോയി എന്നിരിക്കുന്ന ഒരു അവസ്ഥ വരുത്തി കളയാതെ തക്കവണ്ണം ചേർത്ത് പിടിക്കണം മുത്തപ്പൻ. മാറോട് ചേർക്കണം. പണ്ടേ കാക്കും പരുന്നിനൊന്നും ഇട്ട് കൊടുക്കാതെയിട്ട് കള്ളനും കാവൽക്കാരനൊന്നും കുഞ്ഞുമക്കളെ ഇട്ട് കൊടുക്കാതെയിട്ട് തക്കവണ്ണം ശിഷ്ടകാലം ഒരിട്ടൊരു കഷ്ടതകൾ വരുത്താതെയിട്ട് തക്കവണ്ണം ഒന്ന് ശരണം മുത്തപ്പനുണ്ടായ പോലെ ആര് കൈവിട്ടാലും കൈവിടാതെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ശക്തിയുള്ള ദേവനാണ് മുത്തപ്പൻ. ഇതങ്ങളെ തന്ത്രി കഥകളെല്ലാം പറയും, വിശേഷങ്ങളെല്ലാം പറയേണ്ട നേരമുണ്ട് അല്ലേ തന്ത്രി? ഈ പുറകിലായിപ്പോയാ മുൻപന്തിയിലേക്ക് മുത്തപ്പൻ അനുഗ്രഹങ്ങൾ തന്നിട്ടേ അല്ലേ. സഹോദര ബന്ധങ്ങളല്ലേ, അറ്റുപോവാത്ത ബന്ധമാണത് അല്ലെ. ഒരിക്കലും അറ്റുപോവാത്ത ബന്ധമാണ് സഹോദര ബന്ധം. ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ബന്ധം. ആ ബന്ധത്തിലാണ് രാമലക്ഷ്മണന്മാരെ പോലെ മുത്തപ്പൻ കണ്ടത് അല്ലേ. കാലി സുഗ്രീവനെ പോലെ ആയി പോവുക ഇല്ല. ലവകുശന്മാരെ നിരീക്കുന്ന രണ്ട് സന്താനങ്ങളെ പോലെ രാമലക്ഷ്മണന്മാരെ പോലെ കാണേണ്ടതായിരിക്കുന്ന ഭാഗ്യം ജീവിതത്തിൽ മക്കളിലൂടെയും വന്നിട്ടുണ്ട് മുത്തപ്പൻ. എല്ലാം പറയാം നിങ്ങളെ സംഘമൊന്നും പോണ്ട അല്ലേ. കാലം പെയ്താലും അല്ലേ ചൂട് കുറക്കാതെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വഴികളിലേക്ക് എന്റെ ജീവിതം എന്റെ ദൈവം എത്തിക്കണമെന്ന് മന്ത്രി മുത്തപ്പന്റെ കർമ്മം കഴിക്കട്ടെ. നിങ്ങളെ കർമ്മം കഴിഞ്ഞാലല്ലേ കർമ്മം പിഴച്ചാൽ സ്ഥാനം പിഴക്കുന്ന പറയുക അല്ലേ. സ്ഥാനം പിഴച്ചാൽ ഞാൻ പിഴക്കും, ഞാൻ പിഴച്ചാൽ ഈ നാടേ പിഴക്കും അല്ലേ. അതിനൊക്കെ വരുത്തി കളയാതെ തക്കവണ്ണം കാര്യകർമാദികളൊക്കെ കഴിഞ്ഞ് കുളിയും കുറിയും ദേവാരും എനക്കുണ്ട് അല്ലേ. അതെല്ലാം ബ്രാഹ്മണ കർമ്മങ്ങളാണ്. ബ്രഹ്മണ്യോ ബ്രഹ്മ അല്ലേ പറയണ വിശേഷങ്ങളെന്ന് പറയുന്ന സമുദ്രങ്ങളാണെങ്കിലും മഴ പെയ്യണ്ട അല്ലേ. ഷോഡശോപചാര കർമ്മം ആസനം പാതിവർഷഞ്ച സ്നാനീയം ചാന്തുലേപനം ഹോമം ധൂമഞ്ച നൈവേദ്യം താമ്പൂലം ശീതളം ജലം വസനം ഭൂഷണം ഗന്ധം മാല്യം അല്ലേ. അതല്ലേ ഷോഡശോപചാര കർമ്മം. എന്നെ നാനാര് കൽപ്പിച്ചത് അല്ലേ. മഹാവിഷ്ണു കടാക്ഷം എന്നിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എന്റെ നാനാരാണ് എന്റെ പറശ്ശെങ്കിൽ ഇത് ദർശനം പോലെ ഭക്തന്മാർക്ക് ഭാഗ്യം കൊടുക്കുന്ന ശക്തിയാണ് ഞാനും എന്റെ നാനാരും. എന്റെ നാനാരെ കൽപ്പിച്ചിരിക്കുന്ന ഒരു കർമ്മം കഴിക്കട്ട് കുടിയും കുടിയും ദേവാലെല്ലാം അമൃതേട്ടെല്ലാം കഴിച്ച് എന്റെ വയറ് അല്പൊന്ന് നടക്കട്ട്. വയറ് കത്തിട്ടില്ല തന്നു കിട്ടും അല്ലേ. ഒരുപാട് കാലമായില്ലേ മുത്തപ്പന് ഭോജനം കൊടുത്ത് കുതിച്ചിട്ട് മനസ്സിലായി അല്പം ശക്തി വന്നിട്ടുണ്ട് മുത്തപ്പന്. കർമ്മം കഴിക്കട്ട് എല്ലാം പറയാ എല്ലാവരോടും ബുദ്ധിയുടെ ശ്രദ്ധ മറ്റൊന്നിരിക്കുന്നതായി പോയാ ഇല്ല. ഞാൻ എന്റെ നാനാര് രണ്ടു വിളിച്ചതേക്കു അല്ലേ. ഇങ്ങനെയാണ് വിളി കേട്ടിട്ട് എന്റെ നാനാര് ഇല്ല. ഒരു നെല്ലിപ്പത്രം വെച്ച് മറ്റൊരു നെല്ലിപ്പത്രം കൊണ്ടാണ് എന്റെ നാനാര് മുടിയത് അല്ലേ. എന്റെ കല്ലാടിയെങ്ങാനും കുളിക്കാൻ പോയി കല്ലും കിടന്ന് നനഞ്ഞു കിട്ടുക ഇല്ല. തൃക്കാക്ക് ജലം പകർന്നു അല്ലേ. ഉറങ്ങുന്നവരെങ്ങനെയാ വിളിക്കുന്നത് എല്ലാവരും ഇരുവണ്ണ ഉറങ്ങുന്നവരെങ്ങനെയാ വിളിക്കുന്നത്. അല്പം ജലം കൂട്ടി വിളിക്കണം അവരെ അല്ലേ. പെട്ടെന്നൊരു അത് തൃക്കാക്ക് ജലം പകർന്ന് ഒന്ന് വിളിച്ചു
ജനിക്കുന്ന മുറ്റത്തേക്കാണ് ഞാൻ വന്നത് അല്ലേ? എന്നെക്കാളും പ്രായം തോന്നിയ ആയിപ്പോയാ എന്നെക്കാളും പ്രായമായ ഇല്ല അല്ലേ? കാണാൻ അല്ലേ മുത്തപ്പനൊന്നും അകർന്ന മുടിയില്ല, കാണപ്പെടില്ല അല്ലേ? കണ്ടാല് കാമട്ട മൂത്ത പ്രകാരത്തിൽ ശരീശ്വരൻ രണ്ടിനും മതി. ശരീശ്വരൻ നല്ലതിനും മതി, നാശത്തിനും മതി അല്ലേ? ശനി വളച്ചാല് സർവനാശമാണ് ഫലം കിട്ടുക. ശനി വളച്ചാല് എല്ലാം നശിക്കും, സർവവും നശിക്കും അല്ലേ? ശനി ഉദയം ചെയ്താൽ സർവവും മംഗളം അല്ലേ? രണ്ടിനും മതി ശരീശ്വരൻ നല്ലതിൻ്റെതായിരിക്കുന്ന ഒരു വഴികളിലേക്ക് അല്ലേ? കാവേഹം നീങ്ങിയിരിക്കുന്ന സൂര്യചന്ദ്രന്റെ പ്രഭം ഒരു ജീവിതത്തിലേക്ക് പ്രഭ തരണം അല്ലേ? സൂര്യൻ കാവേഹത്തിന്റെ ഉള്ളിൽ അല്പനേരം മറഞ്ഞു നിൽക്കും. അത് നിങ്ങൾക്ക് ഇരുട്ടുന്നത് തോന്നും അല്പനേരം അല്ലേ? അതായത് ചെറിയൊരു ഇരുട്ട് ജീവിതത്തിലേക്ക് വന്നുപോയിട്ടുണ്ട്. അത് ഇന്ന് തൊട്ട് നീക്കണം. പണ്ടേ എന്റെ കുഞ്ഞുമക്കളെ തിരിക്കുന്ന ഒരു വെളിച്ചം സ്വർഗം പോലെ ദൈവം തന്നിരിക്കുന്ന ഭാഗ്യമാണ് അല്ലേ? സന്താനം കടന്നിരിക്കുന്ന ഒരു വെളിച്ചം ദൈവം തന്നിട്ടുണ്ട്. അതിനെ കൊണ്ട് നാളേക്ക് വെടിയൊന്നും കൊണ്ട് മുത്തപ്പനെ കയ്യൊന്നും പിടിച്ച് വെടിയുടെ മുത്തപ്പനാ ഇല്ല അല്ലേ? നല്ല മക്കളായിട്ട് അല്ലേ ഇങ്ങനെ കാണാനും ഒരു യോഗം തന്നത് ഞാനാണ് അല്ലേ? ഇങ്ങനെയാണ് പടിഞ്ഞാറ്റപ്പത്തിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്കും മനുഷ്യന്റെ ശരീരവും ഒരേ അവസ്ഥയിലാണ് അല്ലേ? വിളക്കില് തിരിയാണ് ജീവിതത്തിലേക്ക് ആയുസ് അല്ലേ? ആയുസ് സുഹൃതം ചെയ്യണം. ദേഹമാകുന്ന വിളക്കില് സുഖമായിരിക്കുന്ന ഒരു തൈലം പൊഴിയുമ്പോൾ ആയുസായിരിക്കുന്ന തിരി ദീപമെന്നിരിക്കുന്ന പ്രാണനാണ് ദൈവം നിലനിർത്തിക്കേണ്ടത്. നിങ്ങളായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഇന്ന് മുറ്റത്തടിക്കുന്ന മുറ്റത്തേക്ക് വന്നുവെങ്കിലും വലുതായിരിക്കുന്ന ഒരു പരയുടെ മാരമേശി അതിന് വിശേഷിച്ച് മഹാവിഷ്ണു കടാക്ഷം ഒക്കെ ദേശത്തിലേക്ക് ഉണ്ടെങ്കിലും അല്ലേ? പടപ്പുറത്ത് ശാസ്ത്രാവിലിരിക്കുന്ന ഒരു ആ ഒരു മരട് മൂലസ്ഥാനം അല്ലേ? മൂലം പറഞ്ഞാൽ എന്താണ് അനുഭവത്താൽ? മൂലം പറഞ്ഞാൽ വിസ്മൃതി എല്ലാം ദൈവം അറിഞ്ഞു അതിനിടവിലെത്തി കളയാതെ നിർത്തപ്പെടുന്നു. മരട്ടിലേക്കൊരു ജലം പകർന്നു അതിൻ്റെതായിരിക്കുന്ന പരദേവതമാര് സ്വർണം കൊണ്ട് പള്ളികൊണ്ടല്ല ലക്ഷണമോ ഇല്ല. കണ്ണിക്കാത്ത നാളികേരം കൊണ്ടാണ് ലക്ഷണം തരണിയിലേക്ക് ലക്ഷണം നോക്കുന്ന കാലങ്ങളിൽ തെക്കുപടിക്കായി ചലിക്കുന്നതിന്റെ പൊടിപൊടി ആധാരമായിട്ട് കിഴക്ക് പടിഞ്ഞാറായിട്ട് ഞാൻ ചെയ്തതുപോലെ കൂടിയാണ് കനിയാശം അല്ലേ? കിഴക്ക് പടിഞ്ഞാറ് കരിക്കുന്ന ശുഭ്രയെയും 1000 കുതിരയെയും സാഗര സമേതം ജനോളം ഭൂമിയും അല്ലേ? നിങ്ങളുടെ കുലത്തിലുള്ള കന്യകമാരെ എത്ര സമാനം അന്നം കഴിച്ച് വയറ് നിറഞ്ഞാലേ അവർക്ക് തൃപ്തി കിട്ടും. വേറെ ഒന്നും കൊടുത്താൽ തൃപ്തി ആൾക്കാരില്ല. അതുകൊണ്ട് വന്നവർക്ക് എല്ലാം വെച്ചാൽ കുടുംബം വൈകി പോകാനുള്ള അന്നം കൊടുക്കാൻ അന്നം കൊടുക്കുന്നത് എവിടെ മതിയാ അല്ലേ? മനസ്സ് മാത്രം പറഞ്ഞാൽ മതിയാ വയറെന്നറിയണം അല്ലേ? നമ്മളതിലേക്ക് വന്ന അനുഭവത്തിലേക്ക് അങ്ങനെ ഏത് നേരത്ത് വന്നാലും വയറും മനസ്സ് ഒരുപോലെ നിറച്ചു കൊടുത്തിരിക്കുന്ന മഞ്ഞളൊന്നും ഉദ്ദേശിച്ചിരിക്കുന്ന ഈ സ്വർണ്ണവർണ്ണമുള്ള തമ്പുരാൻ ഒന്നിച്ച് തന്നെ കൊടുത്തോ അൽക്കൂല ഈ പുഷ്പവും മുതലെടുത്ത് തരാം. അപ്പൊ നമ്മൾ വശത്താനയുടെ പറ്റുന്ന അന്നം കൊടുക്കാൻ എന്റെ പോലെ അരിങ്ങാട് പൂൽപ്പാട് നാൽപ്പാട് 4 മൂലക്ക് 4 പൈ അല്ലേ? പഞ്ചരസാ കുളമ്പിന് എന്റെ കല്യാണി അത് നവരസത്തോട് കൂടി അല്ലേ? എന്റെ വയററിയാന്ന് പറയുന്നു അല്ലേ? കുളമ്പിയത് മാത്രം മതി. മനസ്സിൽ എന്റെ വയറെത്ര അറിയുന്നത് അത്രത്തോളം ഭാഗ്യം ഞാൻ പടിഞ്ഞാൽ
എന്റെ മണമെന്ന് പറയുന്ന കൊടുക്കൂല അല്ലേ? എങ്കിലും അല്ലേ മുറ്റത്തേക്ക് വന്നിരിക്കുന്ന ഒരു ദേവനാണ് അല്ലേ? നിങ്ങളതായിരിക്കുന്ന ഒരു ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന ഈ ശരീശ്വരൻ അല്ലേ തന്നതേ ഈ ജീവിതത്തിൽ പലതൊട്ട ബ്രഹ്മത്തിനും മൂലമന്ത്രത്തിനും ഗായത്രിക്കും ഇന്നേ അവരൊക്കെ ബുദ്ധിമുട്ട് വരുത്തി കളയാതെയിട്ട് തക്കവണ്ണം ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മ ബ്രഹ്മവിവർത്തന ബ്രഹ്മണോ ബ്രഹ്മജ്ഞൻ ബ്രഹ്മവിദ് ബ്രാഹ്മണ അല്ലെ അങ്ങനെയിരിക്കുന്ന ഒരു സഹസ്രനാമങ്ങളൊക്കെ ഉച്ചരിച്ചിരിക്കുന്ന ഒരു ശിശുവുണ്ട്. വേറിട്ടൊരു സങ്കടാവസ്ഥകൾ അനുഭവം തീർക്കാൻ എന്റെ ദൈവത്തെ വിളിക്കാൻ ഇടവരുത്താതെ ഇനിയുള്ള ജീവിത വഴികളിലേക്ക് സ്വർഗതുല്യമായിരിക്കുന്ന ഫലം സ്വർഗമൊന്നും കുതിക്കുന്നില്ല. സ്വർഗം പോലെയൊന്നും വേണ്ട എങ്കിലും ജീവിതത്തിലേക്ക് നരകയാതന അനുഭവിക്കാൻ ഇടവരുത്താതെ തക്കവണ്ണം അല്ലേ അനാഥത്വം വന്നിരിക്കുന്ന ഒരു ദുരിതം ജീവിതത്തിലേക്ക് ഇടവരുത്താതെ സനാതനായിട്ട് വാഴുന്നത്. ബന്ധുക്കളുണ്ട്, ധനമുണ്ട്, കുടുംബമുണ്ട്, ചിന്തിച്ച കാലം വെറുതെ കളയുന്നു അല്ലേ?
ഈ കണ്ടതൊന്നും ഒരു ശാശ്വതമല്ല. ആണോ? എപ്പോഴും കിട്ടുമോ ഈ സുഖം? ഈ ദുഃഖം എപ്പോഴും ഉണ്ടാവില്ല അല്ലേ? ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കം ദൈവം തരുന്ന പറയും, അല്ലെങ്കിൽ ഒരു ഇറക്കത്തിലാണ് ഉള്ളതെങ്കിൽ നാളെ കണക്ക് ഒരു കയറ്റം തരും, ഒരു ഉയർച്ച ദൈവം തരും അല്ലേ എന്നിരിക്കുന്ന വിശ്വാസത്തോടുകൂടി ഇന്ന് എന്നെ വിളിച്ചു. തൃപ്തിയായിട്ട് കാലം പെയ്താലും എൻ്റെ വയറ് പാതിയല്ല നിറഞ്ഞത്. മനസ്സിന്റെ നന്മ പോലെയും എനിക്കും അല്ലെ ദൈവം അനുഭവിക്കുന്നതെന്നാ പറയുന്നത് അല്ലേ? മനസ്സെന്നിരിക്കുന്ന ഒരു ആത്മക്ഷേത്രം, ഗാത്രേ വസിക്കുന്ന ഒരു അഖിലേശ്വരസ്യ നേത്രേണ കാണാൻ കഴിയാത്ത മർത്യൻ പാരിൽ പരക്ക പരിചൊടുപാഞ്ഞ് ക്ഷേത്രേ വസിക്കുന്ന ഒരു ഈശ്വരൻ കാണാൻ അല്ലേ? ഗാത്രക്ഷേത്രമായിരിക്കുന്ന മനസ്സുകൊണ്ട് കൊതിച്ചതുപോലെ സ്വപ്നത്തിൽ കണ്ടതുപോലെ അല്ലേ? സ്വപ്നം കണ്ടതല്ല സ്വപ്നം പറയണ സങ്കടങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ച ജീവിതം, നഷ്ടങ്ങൾ ഒരുപാട് വന്നിട്ട് ജീവിതം, ഇനിയുള്ള ജീവിതത്തിലെങ്കിലും അനുഭവിച്ച വേദനകൾ ഇടവരുത്തരുത് നമുക്ക് അല്ലേ? അല്പം കർമ്മം കഴിഞ്ഞിട്ട് പുടി ദേവാലയവും എൻ്റെ വയറും ഭോജനെല്ലാം നിറച്ച് അല്ലേ? വയറ് നിറച്ച് ഇനി എടുത്തു കൊടുക്കേണ്ട കർമ്മങ്ങൾ എൻ്റെ കരം കൊണ്ട് വേണ മുറ്റത്ത് വേണ്ട അല്ലേ? സന്തോഷമല്ലേ? കർമ്മത്തിന് കൊടുക്കണം. കർമ്മം പഠിച്ചാലും നേരത്തെ വിജയിച്ചതുപോലെ സ്ഥാനം പടക്കുന്ന പറയുക അല്ലേ? ഒരു ടാമ്പടയന്മാരും നെട്ടിൽ വന്നിരിക്കുന്ന ഒരു ചേർച്ചത്തിൽ ചേർന്നിരിക്കുന്ന ഒരു ബന്ധങ്ങളുണ്ട് അല്ലേ? ആറിൻ്റെ കര പറശ്ശിയിലും അല്ലേ? അതുപോലെ എണ്ണിയാലണമില്ലാത്ത കുടിക്കളത്തിലും മടപ്പുരയിലും ചെയ്തിരിക്കുന്ന ഒരു എട്ടിലും ആളുടയന്മാർ വന്നിട്ടുണ്ട് ഇവിടെ വെറുതെ കലാടിമാരെ ഇല്ല അല്ലേ? സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് സ്ഥാനികന്മാർ വന്നിട്ടുണ്ട്. സ്ഥാനാന്ത പൂജന എന്നാ പറയുന്നത് അല്ലേ? സ്ഥാനികർ വന്നിട്ടുണ്ട്. വെറുതെ സ്ഥാനവലിപ്പുള്ളവരൊന്നുമില്ല വന്നിട്ടില്ല. തന്ത്രിവര്യന്മാരിൽ അല്ലേ? അതല്ലേ? സ്ഥാനവലിപ്പം കൊണ്ട് വലിയൊരു ഭാഗ്യം ജീവിതത്തിലേക്ക് ദൈവം തന്നിട്ടുണ്ട് അല്ലേ? അല്ലേ? ഹരിഹരസുതൻ അല്ലേ? 18 പടി എന്നിരിക്കുന്ന ഒരു ഉരുളിൻ്റെതായിരിക്കുന്ന മഹത്വം അറിഞ്ഞ് അവിടെ കർമ്മം ചെയ്യാൻ ആര് ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് അനുഭവിക്കുന്നത് അല്ലേ? എന്റെ പൂർവ്വന്മാർ ചെയ്തിരിക്കുന്ന ഒരു കർമ്മത്തിന്റെ ഫലം അല്ലേ? പിതാമഹന്മാരും മാതുരന്മാരും അങ്ങനെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പൂർവികന്മാർ നടന്നിരിക്കുന്ന തറവാട്ടിങ്കിൽ നിന്ന് ഇന്ന് ഇങ്ങനെയൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു മഹാസൗഭാഗ്യം അല്ലേ? എന്റെ പുത്രന് വേണ്ടി, ശിവന്റെ പുത്രന് വേണ്ടി ഹരിക്കും ഹരനും അല്ലേ? ഹരിഹരസുതൻ എന്നിരിക്കുന്ന ഒരു ഫലത്തിങ്കിലേക്ക് അന്ന് യകർണഗിരി എന്റെ ബന്ധത്തോട് പാടിക്കുന്നു. സമമായിരിക്കുന്ന യകർണഗിരിയിൽ 18 പടി കയറി തത്വമസിയായിരിക്കുന്ന പൊരുൾ കണ്ട് അല്ലേ? വരുന്ന ഭക്തന്മാരോടായിരിക്കുന്ന അനുഭവത്തിങ്കിലേക്ക് മനസ്സ് നിറക്കാനും അവര് പുണ്യഭൂമിയെങ്കിൽ കർമ്മം ചെയ്യാനും കരചരണകൃതം വാ കായജം കർമ്മജം വാ അല്ലേ? ശ്രവണ നയനജം വാ മാനസം വാപരാധം വിഹിതം അഭിഹിതം വാ സർവ വേദശ്രമസ് എല്ലാവരും അല്ലെ? എന്തൊരു തെറ്റുകുറ്റങ്ങളൊക്കെ അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അറിവുള്ള ദൈവം കൊടുക്കണം അല്ലേ എന്ന പ്രാർത്ഥനയോടുകൂടി ചെയ്തു പോരുന്നത് ദൈവേ. അറിഞ്ഞു ചെയ്യുന്ന കർമ്മമില്ല, അറിഞ്ഞും അറിയാതെയും എല്ലാം അറിയുന്നവരുണ്ട്. പൂർണ്ണമായ ദൈവത്തിൻ്റെതായിരിക്കുന്ന ഹിതങ്ങൾ അറിയുന്നവരുണ്ട് ഇല്ല. അതൊക്കെ പൂർവ്വന്മാർ ചൊല്ലി തന്നിരിക്കുന്ന ഒരു ഭാഗ്യം. അതിൽ അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്ത് പോരുന്നുണ്ട്. അറിവിൽ എന്തൊരു പിഴവുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം, ഞാൻ മനസ്സുകൊണ്ട് ധ്യാനം ചെയ്യുന്ന എൻ്റെ ശങ്കരൻ, എൻ്റെ ശനീശ്വരൻ, എൻ്റെ ദേവന്മാരൊക്കെ, എൻ്റെ തറവാട്ടിങ്കിൽ എൻ്റെ പരദേവതമാരൊക്കെ പൊറുക്കും എന്ന പ്രാർത്ഥനയോടുകൂടി അവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തു പോരുന്നുണ്ട് അല്ലേ? ഇപ്പോഴും എങ്ങനെയാണ് ഈ വരുന്ന ഒരു ചന്ദ്രഭഗ വരെ അല്ലേ? പുണ്യമായിരിക്കുന്ന ചിങ്ങമാസം എന്നിരിക്കുന്ന അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അനുഗ്രഹി അല്ലെ? പുണ്യം ചിങ്ങമാസത്തിൽ അങ്ങനെ സ്വർണ്ണവർണ്ണമുള്ള ഒരു തമ്പുരാനെ കണ്ട് ശേഷം അവിടെയും അതിൻ്റെതായിരിക്കുന്ന ഒരു മാറ്റം പോലെ വിദ്വജ്ജന പരിശ്രമമാണ് അല്ലേ? മധ്യാവിജാനാദി ഗുരുവിയും പ്രസവവേദന വിദ്യയുള്ളവരിക്ക് വിദ്യയുള്ളവരെന്ന്. അതുപോലെ ദൈവത്തിന്റെ ഹിതം അറിയുന്നവരാണ് എൻ്റെ തന്ത്രി അല്ലേ? ദൈവഹിതം അറിഞ്ഞിരിക്കുന്നു. ദൈവാധീനമില്ലാത്തവന്റെ ജീവിതം നിഷ്ഫലമാണെന്ന് പറയുന്നത്. ഫലമില്ലാത്ത വൃക്ഷത്തെ പോലെ ആയിപ്പോവും. അങ്ങനെ ആക്കി കളയരുത് ദൈവം അല്ലേ? വേദമറിയാത്ത ബ്രാഹ്മണനെ പോലെ ആവരുത് ജീവിതം. ഭക്തസേവയില്ലാത്ത നാരിയെ പോലെ ആവരുത് ജീവിതം അല്ലേ? ഫലമില്ലാത്ത വൃക്ഷങ്ങളും സത്യങ്ങളും സ്വാഹ ശബ്ദമില്ലാതെ ചെയ്യുന്ന മന്ത്രങ്ങളും അല്ലേ? ഏത് മന്ത്രത്തിനും സ്വാഹ എന്നിരിക്കുന്ന ഒരു ഉച്ചാരണ ശുദ്ധി വേണം അല്ലേ? സ്വാഹ എന്നിരിക്കുന്ന ശബ്ദമില്ലാതെ ചെയ്യുന്ന മന്ത്രങ്ങളെ പോലെ എന്റെ ജീവിതം നിഷ്ഫലമാക്കരുത്. ആരും എന്റെ ദേവനും ഒക്കെ കയ്യിരിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി കർമ്മം ചെയ്തു എവിടെ ചെന്നാലും ആ ഒരു ദേവസമൂഹത്തിൽ വസിഷ്ഠ മഹർഷി കയ്യെടുത്തതുപോലെ ആഹാരത്തിനും ആസനത്തിനും അഭിമാനത്തിനും ഒരിക്കലും കുറവുമില്ല. ഒരേ ഈ വന്നവർക്കൊക്കെ അനുഗ്രഹം കൊടുക്കുന്ന മുഹൂർത്തത്തിലേക്ക് ചിന്തിക്കാം. മുൻപത്തെ കണ്ടിന ഇവിടെയാണ് ജന്മദേശം. ജന്മദേശം അരികിൽ തന്നെ അല്ലേ? എങ്കിലും ശയനം വന്നിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അവിടെ മഹാവിഷ്ണുവിന് ശയനം അല്ലേ? എന്റെ വനാർക്ക് അനന്തശയനം. എനക്കെങ്ങനെയാണ്? എനിക്ക് ചാർദൂല ചർമ്മത്തിൽ പത്മാസനം, പുലിത്തോലിൽ അല്ലേ പത്മാസനമാണ് ശിവന് വിധിച്ചത്. നാരായണന് അത്ഭുത കർമ്മം തീർക്കാൻ അല്ലേ? ശേഷം ഇന്നത്തെ തറീക്കലാടി വിശേഷാൽ സന്തോഷമായി
ാണ് ദൈവം തന്നത് അല്ലേ? അക്ഷരം വിപ്രഹസ്തേന, വിപ്രന്റെ കരം കൊണ്ടായിരിക്കണം അക്ഷരം പഠിക്കേണ്ടത്, ബ്രാഹ്മണന്റെ കരം കൊണ്ടാവണമെന്നാ പറയല് അല്ലേ? മാതൃഹസ്തേന മോചനം, ഭാര്യാഹസ്തേന താമ്പൂലം, രാജഹസ്തേന കങ്കണം. അതല്ലേ തന്നത്, രാജാവിന്റെ കരം കൊണ്ട് അല്ലേ? എന്റെ പൂർവ്വന്മാരുടെ കവിശ്ശേരി പെരുവണ്ണാനന്ദിരിക്കുന്ന ഒരു പൂർവികത്വത്തിലേക്ക് കെട്ടിയിരിക്കുന്ന ഒരു വെളിച്ചം കെട്ടുപോകാൻ ഇടവരുത്തി കളയാതെ എന്റെ കൊടുമുടിയും ഇപ്പത്തെ ഇവർ കുട്ടി പരദേവതമാരതായിരിക്കുന്ന തേരും തീർത്തട്ടും ഈ മൂർധാവിക്ക് ഒരുപാട് സംഗതി വന്നിരുന്നു ഈ ഒരു മണ്ണിൽ അല്ലേ? എന്റെ കൊടുമുടി വെക്കേണ്ടതായിരിക്കുന്ന ഒരു ഭാഗ്യം ദൈവം കൽപ്പിക്കണം. മുമ്പിൽ കുനിഞ്ഞിരിക്കുന്ന ശിരസ് അല്ലേ? ഇതൊരു കർമ്മം. ഈ താമ്പൂല ലക്ഷണം നോക്കാം അല്ലേ? അതെ, തുരുട്ട് എടുത്ത് കൊടുക്കേണ്ടതായിരിക്കുന്ന ഒരു വിളികളൊന്നും ഇല്ല കലാടി മതി അല്ലേ? ഇനി അല്ലേ ഒന്നിച്ചവർക്ക് വരം കൊടുക്കണം അല്ലേ? വന്നവർക്ക് മുഖം കൊടുക്കണം, അനുഗ്രഹം ആശീർവാദം കാട്ടിൽ കണ്ടാൽ കയ്യാറായി അനുഗ്രഹം മേടിക്കാൻ ഇങ്ങനെ ക്യൂവായിട്ട് കാണാം. വേഗം ദുഃഖം തൃതീയം നരക്ഷയം തൃതീയം വിനാശം താമ്പൂലാഗ്രേ ദിവസിതരമേ മധ്യേ ഭാഗദീശ പൃഷ്ഠേ ജ്യേഷ്ഠ ഭാഗഭാഗേ അന്യതോഷു അന്തർവിഷ്ണു ബഹിർമൃദുപതി അല്ലേ? ശങ്കരേ ഈശാനകോണേ ചക്രാദിത്യ ഉപരിപതന സർവതോ അപ്രകാരത്തിൽ അങ്ങനെയുള്ള നല്ല മഹിമയുള്ള നല്ലൊരു അവിടെയുള്ള ഒരു നഗരത്തിലുള്ള ലക്ഷണം നോക്കി ലക്ഷണം സുഖം
ഈ ഉള്ള കഥകളും പിന്നീട് സന്തോഷങ്ങളും ഒക്കെ പങ്കിടുന്നത് തറവാട്ടിൽ പടിഞ്ഞാറ്റകത്ത് വരുന്ന നേരത്തെ പറഞ്ഞാൽ പോലെ വിശേഷങ്ങളല്ല. ഒരേ വന്നവർക്ക് തറവാട്ടുകാർക്കാർന്ന് മടക്കം ചെയ്യും. വീട്ടുകാർക്കാരെങ്കിലും വിളമ്പി കൊടുക്കണേ. വീട്ടുകാർക്ക് വിളമ്പി കൊടുക്കേണ്ട അനുഭവമല്ല അല്ലേ? അവിടുന്ന് തന്നാൽ ഒരു പടിഞ്ഞാറ്റകത്ത് വന്നവർക്കൊക്കെ ഞാൻ ഇവിടുന്ന് കൊടുക്കാം അല്ലേ? ഇവിടെ എന്നെ കാണാൻ വന്നിരിക്കുന്നവരുടെ ഭക്തന്മാർക്കൊക്കെ എന്റെ കുടികളത്തിൻ്റെതായിരിക്കുന്ന ഒരു സമക്ഷത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അല്ലേ കൊടുത്ത് പെട്ടെന്ന് തന്നെ പടിഞ്ഞാറ്റകത്തേക്ക് വരേണ്ട മുഖത്തൊക്കെ ഒരുക്കിയിട്ട് ഒരേ വന്നവർക്ക് കൊടുക്കട്ടെ. ഓക്കെ, ഭോജനം കഴിക്കണേ. ശരീരത്തിൽ ശ്രദ്ധിക്കണം, ശ്രദ്ധ വേണം, ശ്രദ്ധ കുറവുണ്ട്. കണ്ണിന് കൊള്ളേണ്ടത് കണ്ണിന്റെ മുരികത്തിലേക്ക് തത്തിരിക്കുന്നു. മറന്നുവാ, കണ്ണിന് കൊള്ളേണ്ടതായിരിക്കുന്ന ദുഃഖദുരിതങ്ങൾ വന്നകപ്പെട്ട് പോയിട്ടുണ്ട് തമ്പുരാനെ. അത് ശനി വിളച്ചവി പോകാനിടവരുത്താതെ കണ്ണിന്റെ മുരികത്തിങ്കിലേക്ക് തത്തിരിക്കും. മാരി പോലെ വരേണ്ട വേദനകൾ മഞ്ഞു പോലെ അടുത്തിരിക്കുന്ന ദേവനാണ് അല്ലേ? എല്ലാം അവിടുന്ന് പറയാം. പടിഞ്ഞാറ്റകത്ത് ദീപം സാക്ഷിയാക്കിയിട്ടല്ല പറയാം. ഇരിക്കട്ടെ, ഇനി വന്നവർക്ക് കൊടുക്കാം അല്ലേ? എല്ലാവാരെയും ബ്രിവണ്ണ അല്ലേ? എല്ലാ ഭക്തജനങ്ങളുടെയും പ്രത്യേക അറിയിപ്പിന് നമ്മൾ ഈ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങളെല്ലാം ഈ കയറ് കെട്ടിയേക്കുന്നതിന് ഇവിടെ വരി വരിയായിട്ട് വരണം. നമുക്ക് ഇവിടെ തിരക്ക് കൂടുതലുണ്ട്. അതുകൊണ്ട് എത്ര സമയം എടുത്താലും മുത്തപ്പൻ്റെ അനുഗ്രഹം തന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളവർ മുത്തപ്പൻ്റെ അനുഗ്രഹം തന്നെ മേടിച്ചുകൊണ്ട് പോകണം. അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടുകൂടി ഈ വരി വരിയായിട്ട് വന്ന് ഇവിടെ നിന്ന് ഇതിലേക്കൂടെ പോകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ നിൽക്കുന്നവരാരും ഇപ്പോൾ ഇങ്ങോട്ട് വരരുത്. വരണമെങ്കിൽ അതിലേക്കൂടെ കറങ്ങി വരണം, ആ സൈഡിൽ കൂടെ കറങ്ങി വരണം. ഇവിടെ നിൽക്കുന്നവരും ആ സൈഡിൽ കൂടെ കറങ്ങി വരണം. ഇവിടെ ഒറ്റ ക്യൂവേ ഉള്ളൂ. ഇവിടുന്ന് ആരും ഇങ്ങോട്ട് വരരുത്, അതിലേക്കൂടെ കറങ്ങി വരണം. ഇവിടെ കയറി കെട്ടിയേക്കുന്ന അതിലേക്കൂടെ തന്നെ വന്നെങ്കിലേ നോക്കൂ. ഇവിടെ നിൽക്കുന്നവർ അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് അതിലേക്കൂടെയും കറങ്ങി വരണം. കസേരയിലൊക്കെ ഇരിക്കുന്നവർക്ക് അവിടെ ഇരിക്കാം. പുറത്തുള്ളവർക്കൊക്കെ അത്യാവശ്യമായിട്ട് പോകേണ്ടവർക്ക് അതിലേക്കൂടെ കറങ്ങി വരിക. ഇവിടെ നിൽക്കുന്നവർ ഇതിലേക്കൂടെ കറങ്ങി വരിക. ആ കയറി കെട്ടിയേക്കുന്ന അതിലേക്കൂടെ വരിക. ഇതിലേ പോയിട്ട് അന്നദാനത്തിന് ശേഷം അതിലേക്കൂടെ അങ്ങ് പോകുക. അതാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അനുഗ്രഹം മേടിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഭക്ഷണത്തിൽ ഇതിലേക്കൂടെ തന്നെ പോകണം. അതിലേ പോയാൽ കിട്ടത്തില്ല. അപ്പൊ കഴിവതും എല്ലാവരും ഒരു എത്തിയിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും മുത്തപ്പന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ നിന്നും എത്ര പേര് എത്തിയിട്ടുണ്ടെങ്കിലും എത്തിയിട്ടുള്ള എല്ലാ നമ്മുടെ ഒരു ഭവനമാണ്. ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്, സ്ഥലപരിമിതിയുണ്ട്. എല്ലാവരും പറശ്ശിനിയിൽ നേരിട്ട് പോയി മുത്തപ്പനെ കാണുന്ന അതേ അനുഭവം തന്നെയാണ്. അതേ കാഴ്ചപ്പാടില് മഹാദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പഞ്ചാക്ഷരം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ആ നിശ്ചയിച്ചിട്ടുള്ള ക്യൂവിലൂടെ മുത്തപ്പന്റെ അടുത്തേക്ക് ദർശനത്തിനായി ഈ കയറ് കെട്ടിയേക്കുന്ന അകത്ത് നിൽക്കുന്നവർ കഴിവ് ഒരു ലൈനായിട്ട് വരിക. ഇവിടെ ഒന്നും തള്ളേണ്ട കാര്യമില്ല, ഒറ്റ ലൈനായിട്ട് വരിക. എന്ത് പരിപാടിയായാലും എൻ്റെ വീഡിയോ പൂർത്തിയാണെങ്കിൽ നിങ്ങൾ വേണ്ടേ? എന്തൊക്കെ ഐറ്റം? ചോറ്, സാമ്പാർ, അടിപൊളി. ഊണ് തുടക്കം ഇവിടുന്ന് തന്നെ ആട്ടെ. ഇരിക്കണ്ട ഫസ്റ്റ്. എൻ്റെ സ്ഥിരം പ്രേക്ഷകൻ കമൻറ്റ് ഇടുന്ന ആളുമൊക്കെ. പിന്നെ അതേ ഫുള്ളെടുത്ത് 2 പോണ്ട് അറിഞ്ഞു. ഈ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ.
അല്ല കറക്റ്റ് ഊണ് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അവരിങ്ങനെ ഫാമിലി ആയിട്ട് നിന്നു. ഇവിടെ നിന്ന് തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു. വേണ്ട ഗിരീഷിന് അറിയാം, ഞാൻ എല്ലാം എടുക്കും. എല്ലാവർക്കും മുത്തപ്പൻ അനുഗ്രഹം നൽകുന്നതാണ്. വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചാണ് നിങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നതെന്നറിയാം. ശാരീരികമായി ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് എല്ലാവർക്കും. എന്നിരുന്നാലും നമ്മുടെ ദേശത്ത് പറശ്ശിനി മുത്തപ്പൻ നേരിട്ടെത്തി അനുഗ്രഹിക്കുന്ന ആ അസുലഭ നിമിഷത്തിൻ്റെ പ്രാധാന്യം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും സഹിച്ച് മനസ്സിൽ പഞ്ചാക്ഷരം മാത്രം ഉരുവിട്ടുകൊണ്ട് എല്ലാവരും ദർശനം നടത്തുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ അറിയിക്കുവാനുള്ളൂ. അതോടൊപ്പം ദർശനം പൂർത്തീകരിക്കുന്ന ഭക്തജനങ്ങൾ അന്നദാനത്തിലും നിർബന്ധമായും പങ്കെടുക്കണം. ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർ അന്നദാനം കഴിച്ചിട്ട് ദർശനം നടത്തുന്നതിൽ യാതൊരു അഭംഗിയുമില്ല. അതുപോലെ ഈ വെള്ളാട്ടത്തിന് ക്ഷണം സ്വീകരിച്ചല്ല വെള്ളാട്ടത്തിന് എത്തേണ്ടത് എങ്കിൽ തന്നെയും മുത്തപ്പൻ എത്തുന്നു എന്ന് അറിഞ്ഞ് ഈ ഭവനത്തിൽ എത്തിച്ചേർന്ന എല്ലാ നല്ല ദർശനം നടത്തണം. ഇത്രയും നേരം ഞങ്ങൾ ക്ഷമയോടെ കുറച്ച് സമയങ്ങളുള്ള ദർശനം നല്ലത് നോക്കിയെടുക്കടാ. വീട്ടിലൊന്നും അവിടെ ഉണ്ട്, അതുകൊണ്ടല്ലേ പറഞ്ഞത് നല്ലത് നോക്കിയെടുത്താൽ മതി. വണ്ടി എഴുതാനൊക്കെ കാണുമ്പോൾ എന്താണ്